മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യേ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഏവർക്കും വചനധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ പ്രമേയം ദൗത്യം ക്രിസ്തുവിന്റെ ആത്മാവുമായി ചേർന്ന്. ദൗത്യം ക്രിസ്തുവിന്റെ ആത്മാവുമായി ചേർന്ന്. എൻ്റെ കയ്യിൽ ഒരു പേനയുണ്ട്. ഈ പേന ഏറ്റവും നല്ല രീതിയിൽ ഇതിന്റെ ദൗത്യം ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും വേണം. ഒന്ന്, എഴുത്തുകാരന് ഇങ്ങനൊരു പേന തിരഞ്ഞെടുക്കാനുള്ള ഒരു സാധ്യത ഈ പേന ഒരുക്കണം. കാരണം തൻ്റെ കൈക്ക് ഇണങ്ങിയാൽ മാത്രമേ ഈ പേനയെ എഴുത്തുകാരൻ തിരഞ്ഞെടുക്കത്തുള്ളൂ. കാരണം മാർക്കറ്റിൽ ഒത്തിരി പേന കിട്ടും. തൻ്റെ കൈക്ക് ഇണങ്ങിയത്, തനിക്ക് ഇതുകൊണ്ട് രചനകൾ നിർവഹിക്കാൻ കഴിയും എന്ന് ബോധ്യമുള്ളത്, അതുകൊണ്ട് എഴുത്തുകാരൻ ഈ പേന തിരഞ്ഞെടുക്കും. മാത്രമല്ല, ഈ പേന തിരഞ്ഞെടുത്തിട്ട് എഴുത്തുകാരൻ ഇത് ആസ്വദിക്കാൻ കഴിയണം. തൻ്റെ ഹൃദയത്തിലെ, തൻ്റെ ചിന്തകളിലെ ആ അനുഭവത്തെ പ്രകടിപ്പിക്കാൻ പാകത്തിൽ ഫ്ലൂവൻ്റ് ആയിട്ട് ഈ പേന തന്നെ സമർപ്പിക്കപ്പെടുമ്പോഴാണ്. അങ്ങനെ സമർപ്പിക്കപ്പെടുമ്പോൾ ഒരു കാര്യം സംഭവിക്കും, അതിന്റെ ഇങ്ക് തീർന്നുകൊണ്ടേയിരിക്കും. അതൊരു പെയിൻഫുൾ ആണ് കേട്ടോ. മഷി തീർന്നുകൊണ്ടേയിരിക്കും. ഒരു പ്രയാസം, ഒരു പ്രതിസന്ധി അതിന് സംഭവിച്ചുകൊണ്ടേയിരിക്കും. 2, ആസ്വാദ്യകരം. എഴുത്തുകാരൻ ആസ്വാദ്യകരമാകുമ്പോൾ എഴുത്തുകാരൻ ഈ പേന തനിക്കിഷ്ടമുള്ള രീതിയിൽ തൻ്റെ ചിന്തകളെ എഴുതി പ്രകടിപ്പിക്കാൻ പാകത്തിൽ ഇതിനുപയോഗിക്കും. 3, ദൗത്യം പൂർത്തീകരിക്കൽ. ആ ഇങ്ക് തീരുന്നതോടുകൂടെ ഈ പേനയുടെ ദൗത്യം കഴിഞ്ഞു. പിന്നെ ഈ പേന എഴുത്തുകാരൻ കളയും. പണ്ടൊക്കെ മഷി നിറയ്ക്കുന്ന പേനകൾ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കത് കുറവാണ്. ഇന്ന് യൂസ് ആൻഡ് ത്രോ, കളയും, പുതിയ പേന തിരഞ്ഞെടുക്കും. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ക്രിസ്തുവിന് ഇണങ്ങിയ ഒരു പേനയാണോ? കാരണം എന്നെയും നിന്നെയും ദൈവം തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ആസ്വാദ്യകരമായ രീതിയിലാണോ എന്റെയും നിങ്ങളുടെയും ജീവിതം? ചാൾസ് സ്പർജൻ എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞന്റെ മനോഹരമായ വാക്ക് ഇങ്ങനെയാണ്: എവരി ക്രിസ്ത്യൻ ഈസ് എയ്തർ എ മിഷണറി. എല്ലാ ക്രിസ്ത്യാനികളും ഒന്നുകിൽ ഒരു മിഷണറി ആയിരിക്കും, ഓർ ആൻ ഇംപോസ്റ്റർ, അല്ലെങ്കിൽ അവനൊരു ചതിയനായിരിക്കും. വളരെ മൂർച്ച കൂടിയ വാക്കുകളാണ് ചാൾസ് സ്പർജൻ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ ക്രിസ്ത്യാനികളും ഒന്നുകിൽ ഒരു മിഷണറി, അല്ലെങ്കിൽ അവൻ ചതിയൻ. ഞാൻ ഇങ്ങനെ പറയും, പേന ആസ്വാദ്യകരമായ രീതിയിൽ എഴുത്തുകാരൻ ഉപയോഗിക്കും പോലെ എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. എൻ്റെ ദൈവത്തിന് എന്നെ തനിക്ക് ആസ്വാദ്യകരമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഒരു ഇംപോസ്റ്ററാണ്, ഞാനൊരു ചതിയനാണ്, ഞാനൊരു വഞ്ചകനാണ്. എൻ്റെ ദൈവത്തിന് എന്നെ ആസ്വാദ്യകരമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഐ ആം എ മിഷണറി. ദൗത്യം ക്രിസ്തുവിന്റെ ആത്മാവുമായി ചേർന്ന്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വചനധ്യാനത്തിന് വേണ്ടി ഒരുങ്ങാം. വചനധ്യാനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വിശുദ്ധ വേദഭാഗം മത്തായി സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. മത്തായി തന്റെ സുവിശേഷം എഴുതുന്നത് യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് പഴയ നിയമത്തിന്റെ ചുവടുകളെല്ലാം പിടിച്ചാണ്, യേശു മശിഹയാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സുവിശേഷ രചനയെന്ന് നമുക്കറിയാമല്ലോ. മത്തായി സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു നിയോഗ ശുശ്രൂഷ നടക്കുകയാണ്. ഗ്രേറ്റ് കമ്മീഷനിങ് എന്ന് പറയും. മഹത്തായ ഒരു നിയോഗ ശുശ്രൂഷ. യേശു തന്റെ ശിഷ്യന്മാരെ ഞാൻ നിങ്ങളോടൊപ്പമുണ്ടെന്ന് പറഞ്ഞ് ഭൂമിയുടെ അറ്റത്തോളം പോയി സകല ജനതകളെയും സാക്ഷികളാക്കാനുള്ള ക്രിസ്തുവിന്റെ ആഹ്വാനം, ഒരു നിയോഗ ശുശ്രൂഷ നടക്കുകയാണ്. ഈ നിയോഗ ശുശ്രൂഷയുടെ വേദഭാഗങ്ങൾ എന്നോട് നിങ്ങളോട് 3 ചോദ്യങ്ങൾ ചോദിക്കും. ഈ 3 ചോദ്യങ്ങൾ ഞാൻ ശരിക്കും ഒന്ന് മനസ്സിലാക്കിയാൽ ഞാൻ ഇന്ന് ഈ ദൗത്യം ചെയ്യുന്നത് ക്രിസ്തുവിന്റെ ആത്മാവോടുകൂടെയാണോ അല്ലയോ എന്ന് ബോധ്യപ്പെടും. അതിന് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഒരുക്കട്ടെ. വചന ധ്യാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഒരുങ്ങാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഡു യു വിൽ ബി ബിലീവ് ഇൻ ദ അതോറിറ്റി ഓഫ് ക്രൈസ്റ്റ്? ഡു യു വിൽ ബി
ബിലീവ് ഇൻ ദ അതോറിറ്റി ഓഫ് ക്രൈസ്റ്റ്. നീ യേശു ക്രിസ്തുവിന്റെ ആധികാരികതയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. നീ യേശു ക്രിസ്തുവിന്റെ ആധികാരികതയിൽ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയണമെങ്കിൽ 3 വ്യക്തമായ ബോധ്യങ്ങൾ നമുക്കുണ്ടാകണം. ഒന്നാമത്തെ ബോധ്യം, ജീസസ് ഈസ് നോട്ട് ജസ്റ്റ് എ പേഴ്സണൽ ലോർഡ്. യേശു ക്രിസ്തു എന്റെ മാത്രം ദൈവമൊന്നുമല്ല. ആൻഡ് സേവിയർ ഓവർ അസ്. നമ്മുടെ മുൻപിലുള്ള എല്ലാവരുടെയും രക്ഷകനാണ് യേശു, എന്റെ മാത്രമല്ല. ആർക്കും എന്റെ യേശു എന്ന് മാത്രം പറയാൻ കഴിയത്തില്ല. ദൈവം നമ്മോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ സുവിശേഷകന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. ഈ നിയോഗ ശുശ്രൂഷ സമയത്ത് മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ യേശു പറയുന്ന ഒരു വാക്യമുണ്ട്, ഒരു സെന്റൻസ് ഉണ്ട്. സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് തന്നിരിക്കുന്നു. ഈ ഒരു സെന്റൻസ് ഒരു പ്രവചന പൂർത്തീകരണമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പഴയ നിയമത്തിന്റെ ചുവടുകൾ പിടിച്ചാണ് മത്തായി തന്റെ സുവിശേഷം രചിച്ചിരിക്കുന്നത്. ദാനിയേൽ പ്രവചന പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം, സകല വംശം, സകല ജാതി, സകല ഭാഷ ഇതിലുള്ളവരെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും ലഭിച്ച ഒരുവനെ കുറിച്ച് അവിടെ പറയുക. ആ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലതും, എല്ലാ അധികാരങ്ങളും എനിക്ക് തന്നിരിക്കുന്നു എന്ന് പറയുന്ന ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും യേശുവിന്റെ പാതയിൽ നിൽക്കുന്ന ഞാൻ ആത്മീയ ജീവിതത്തിൽ പോലും ഒരു സ്വാർത്ഥനായി തീർന്നിട്ടില്ലേ? എന്റെ മാത്രം ദൈവമല്ല, സകല ജാതിയിലുള്ളവരെയും, സകല ഭാഷകളിലുള്ളവരെയും, സകല വംശങ്ങളിലുള്ളവരുടെയും, ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗവുമില്ല, വ്യത്യാസവുമില്ല, രാജ്യങ്ങളുടെ അതിർത്തിയില്ല, സകലരുടെയും ദൈവം. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപത്താണ് ആത്മീയ നിഗളം. വിശുദ്ധന്മാരുടെ പട്ടികയിൽ തന്നെ അതിനെ 2ആയിട്ട് തിരിക്കുക. പാപി, ഞാൻ ഏറ്റവും വിശുദ്ധൻ, നീ അത്ര വിശുദ്ധനായിട്ടില്ല. സകലരെയും രക്ഷിക്കുന്ന ദൈവം. ഈ ബോധ്യം ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ചോദ്യത്തിന് നമുക്ക് പറയാൻ കഴിയും, അതെ, ഞാൻ അങ്ങയുടെ ആധികാരികതയിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യനെയും ഒന്നിന്റെയും പേരിൽ മാറ്റി നിർത്താൻ നമുക്ക് കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ ആധികാരികതയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ജീസസ് ഈസ് ദ യൂണിവേഴ്സൽ ലോർഡ്, ഐ ആം സേവിയർ ഓഫ് ആൾ. ഈ ബോധ്യം ഈ രണ്ടാമതുണ്ടാകട്ടെ. യേശു ക്രിസ്തു എന്ന് പറയുന്നത് മനുഷ്യരുടെ മാത്രമല്ല, യൂണിവേഴ്സൽ ലോർഡ്, സാർവത്രികമായ ഒരു ദൈവമാണ്. യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്? മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്, തീർന്നില്ല. ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ വിവിധ കണികകൾ. അതിന്റെ സേവിയർ ഓഫ് ആൾ, എല്ലാറ്റിന്റെയും രക്ഷകനാണ്. ഈ മത്തായി സുവിശേഷം ഇങ്ങനെ സാർവത്രികമായ ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുന്ന സുവിശേഷമാണ്. 8-ാം അധ്യായം വായിക്കുമ്പോൾ കടലിനെ ശാസിക്കുന്നു, പ്രപഞ്ചത്തിന്റെ മേൽ അധികാരമുള്ള ഒരു ദൈവം. 28-ാം അധ്യായം അതിന്റെ 1 മുതൽ 10 വരെ വായിക്കുമ്പോൾ മരണത്തെ പരാജയപ്പെടുത്തുന്ന ദൈവം, പാപത്തെ പരാജയപ്പെടുത്തുന്ന ദൈവം, വ്യക്തികളുടെ മേൽ അധികാരമുള്ള ദൈവം, ജീവിതങ്ങളുടെ മേൽ അധികാരമുള്ള ദൈവം. മത്തായി സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ പിശാചിന്റെ മേൽ അധികാരമുള്ള ദൈവം, സാർവത്രികമായ ദൈവം, എല്ലാറ്റിന്റെ മേലും അധികാരമുള്ളവനാണ് എന്റെ ദൈവം എന്നുള്ള ബോധ്യം എനിക്കുണ്ടെങ്കിൽ ഒന്നാമത്തെ ചോദ്യത്തിന് നമുക്ക് പറയാൻ കഴിയും, ഞാൻ അങ്ങയുടെ അതോറിറ്റിയിൽ വിശ്വസിക്കുന്നു. മൂന്നാമത്തേത്, ജീസസ് അതോറിറ്റീസ് കമ്പൽസ് അസ് ടു ഗോ. യേശുക്രിസ്തുവിന്റെ ആധികാരികത എന്നെ നിർബന്ധിക്കുകയാണ് മുന്നോട്ട് പോകാൻ. മുന്നോട്ട് പോകാനുള്ള ഒരു ആഹ്വാനം എനിക്കുള്ളപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ ഞാൻ യേശുവിന്റെ അതോറിറ്റിയിൽ വിശ്വസിക്കുന്നു. ലോകത്തിൽ ധാരാളം പേര് മുന്നോട്ട് പോകാൻ കഴിയും. രാഷ്ട്രീയത്തിലേക്ക് നോക്കിയ നേതാക്കന്മാർ അണികളെടുത്ത് പറയും മുന്നോട്ട് പോകാം, പക്ഷെ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവർ കാണത്തില്ല. പക്ഷെ യേശുക്രിസ്തു മുന്നോട്ട് പോകാൻ പറഞ്ഞെങ്കിൽ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ധൈര്യം ഇതാണ്, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, പേടിക്കണ്ട, എല്ലാ നാളും.
പക്ഷെ മനുഷ്യൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയത്തില്ല. പക്ഷെ ദൈവം എല്ലാ നാളും നിന്റെ കൂടെ ഉണ്ടാകും. അതാണ് ഈ മിഷണറിമാര് സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ കാണിച്ച ചങ്കൂറ്റം എന്താണെന്ന് ചോദിച്ചാൽ യേശുവിന്റെ ഈ അടിസ്ഥാനപരമായ വാക്കുകളാണ്. ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. രണ്ട് സുഹൃത്തുക്കൾ നടന്നു പോവുകയായിരുന്നു. വഴിമധ്യത്തിൽ ഒരു ചെറിയ സഞ്ചി അവർക്ക് കളഞ്ഞു കിട്ടി. ഒരുത്തൻ അതെടുത്തു, തുറന്നു നോക്കുമ്പോൾ സ്വർണ്ണ നാണയങ്ങളാണ്. അവൻ പറഞ്ഞു, എന്റെ ഭാഗ്യം, ഒത്തിരി കടക്കണിയിലായിരുന്നേ, ഇനി ഇതൊക്കെ കൊടുത്ത് എനിക്ക് സമ്പന്നനാകാൻ കഴിയും. അടുത്തു നിന്ന മനുഷ്യൻ പറഞ്ഞു, എടാ നിന്റെ മാത്രം ഭാഗ്യമല്ലടോ, നമ്മൾ രണ്ടും ഒരുമിച്ചല്ലേ നടന്നേ, നമ്മൾ ഒരുമിച്ചല്ലേ കണ്ടേ, നീ എടുത്തുന്നില്ലേ ഉള്ളോ, എന്റെയും കൂടെ ഭാഗ്യമാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം കേട്ടോ, ഇതിന്റെ പകുതി എനിക്ക് തരണം. അവര് തമ്മിൽ ഇങ്ങനെ ഷണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്, കൊടുക്കാൻ മനസ്സില്ല. അപ്പോഴാണ് പുറകിൽ നിന്ന് ആരോ വിളിക്കുന്നത്, കള്ളൻ കള്ളൻ കള്ളൻ. കാരണം ഈ സ്വർണ്ണ സഞ്ചി അവന്റേതായിരുന്നു. ഇവൻ എടുത്ത് കയ്യിൽ വെക്കുമ്പോൾ ഇവൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ബാക്കിൽ നിന്ന് ആരൊക്കെയോ വിളിക്കുക, കള്ളൻ കള്ളൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇവർ രണ്ടുപേര് പരസ്പരം പറഞ്ഞു, നമുക്ക് ഓടാം. അപ്പോൾ ഈ മറ്റേ സുഹൃത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്, നീ മാത്രം ഓടിയാ മതി, നിന്റെ കയ്യിൽ കിട്ടിയതല്ലേ, എനിക്ക് കിട്ടിയതല്ലല്ലോ, അപ്പൊ കള്ളൻ നീയാ, ഞാനല്ല. ഈ മനുഷ്യന്റെ ഭാഗ്യ സമയങ്ങളിലെല്ലാം പ്രിയപ്പെട്ടവരെ മനുഷ്യർ കൂടെ ഉണ്ടാകും. ഒരു നിർഭാഗ്യമായ സമയത്ത് ഒരു മനുഷ്യനും കൂടെ ഉണ്ടാകത്തില്ല. പക്ഷെ അവിടെ യേശു പറയുകയാണ്, നിന്റെ ഏത് സമയത്തിലും ഞാൻ നിന്റെ കൂടെയുണ്ട്. ഏത് സമയത്തും, നിന്റെ ഭാഗ്യ സമയമാകട്ടെ, നിന്റെ നിർഭാഗ്യ സമയമാകട്ടെ, പ്രിയപ്പെട്ടവരെ, ഏത് കാലയളവിലും ലോകത്തിന്റെ അവസാനത്തോളം കൂടെയുണ്ടെന്ന് പറയുന്ന ഒരു ദൈവം. ഒന്നാമത്തെ ധ്യാന ചിന്ത ഞാനിവിടെ പൂർത്തീകരിക്കട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ യേശുവിന്റെ അതോറിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ ദൗത്യം ക്രിസ്തുവിന്റെ ആത്മാവുമായി ചേർന്നാണ്. അങ്ങനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ മാത്രം ദൈവമല്ല, സകലരുടെയും ദൈവം. മനുഷ്യരുടെ മാത്രം ദൈവമല്ല, പ്രപഞ്ചത്തിന്റെ സാർവത്രികമായൊരു ദൈവം, സകലത്തെയും രക്ഷിക്കുന്ന ഒരു ദൈവം. മൂന്നാമത്തേത്, എന്നോട് മുന്നോട്ട് പോകാൻ നിഷ്കർഷയായി കൽപ്പിക്കുന്ന ഒരു ദൈവം. ആ മുന്നോട്ട് പോകാൻ പറയുമ്പോഴും എൻ്റെ കൂടെയുള്ള ദൈവം. ഈ ബോധ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് പറയാൻ കഴിയും, യെസ്, ഐ ആം എ മിഷണറി. ഞാൻ നിന്റെ ആത്മാവുമായി ചേർന്നാണ് ഈ ശുശ്രൂഷയിലായിരിക്കുന്നത്. രണ്ടാമത്തെ ധ്യാന ചിന്ത ഇതാണ്, ഡു യു വിൽ ബി ഒബേ ഓഫ് ദ കമാൻഡ് ഓഫ് ക്രൈസ്റ്റ്. നീ യേശുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നുണ്ടോ? കൽപ്പനകൾ എന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ ഞാൻ ശക്തമായി പറയട്ടെ, ക്രിസ്തുവിന്റെ കമാൻഡുകളെ, ആജ്ഞകളെ നീ അനുസരിക്കുന്നുണ്ടോ? എന്താണ് ക്രിസ്തുവിന്റെ ആജ്ഞ? ഞാൻ ഈ അടുത്ത സമയത്ത് വായിച്ച ഒരു ഇംഗ്ലീഷ് വാചകം എന്നെ ഒത്തിരി ആകർഷിച്ചു കേട്ടോ. അത് ഞാനൊന്ന് വായിക്കട്ടെ. ദിസ് ഈസ് നോട്ട് എ കംഫർട്ടബിൾ കാൾ. യേശു ക്രിസ്തു ഒരു ദൗത്യം നിയോഗിക്കുന്നത് ഒരിക്കലും സുരക്ഷിതമായ ഒരു വിളിയായിട്ട് ആരും കാണരുത്. സുരക്ഷിതമായ ഒരു സ്ഥാനമല്ല ക്രിസ്തീയ ജീവിതം. ഇൻവൈറ്റിംഗ് മോസ്റ്റ് ക്രിസ്ത്യൻസ്, ക്ഷണിച്ചു വന്ന ഭൂരിഭാഗ ക്രിസ്ത്യാനികളും ടു കം, അവർ വരുന്നു, ബി ബാപ്റ്റിസ്റ്റ്, എന്നിട്ട് അവർ സ്നാനം ഏൽക്കുന്നു, അതിന് സിറ്റ് ഓൺ ലൊക്കേഷൻ, എന്നിട്ട് അവർ അവരുടെ സ്ഥലങ്ങളിൽ ഇരിക്കുന്നു. ഇതല്ലേ ഭൂരിഭാഗം ക്രിസ്ത്യാനികളും ചെയ്യുന്നത്? യേശു ക്രിസ്തുവിന്റെ ആജ്ഞ നീ അനുസരിക്കുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യമാണ്. ഒന്നാമത്തേത്, യേശുവിന്റെ അതോറിറ്റിയിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? രണ്ട്, യേശുവിന്റെ ആജ്ഞ നീ അനുസരിക്കുന്നുണ്ടോ? വരുന്നു, സ്നാനപ്പെടുന്നു, എന്നിട്ട് അതേ സ്ഥലത്തിരിക്കുക. പക്ഷെ ഒരു നിയോഗം എന്നെയും നിന്നെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്, ദ ഗ്രേറ്റ് കമ്മീഷൻ ഈസ് എ കോസ്റ്റ്ലി കമാൻഡ്. മൂല്യമുള്ള ഒരു വിളിയാണ് ഈ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. ദൈവം ഒരു മിഷണറിയായി എന്നെയും നിന്നെ നിയോഗിച്ചിരിക്കുന്നത് മൂല്യമുള്ള ഒരു വിളിയായിട്ട് നമ്മൾ കാണണം. ഡയറക്റ്റിംഗ് എവരി ക്രിസ്ത്യൻ ടു ഗോ. നമ്മൾ പോണം, ഒരിടത്ത് ഇരിക്കാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഗോ. രണ്ടാമത്തേത്, ബാപ്റ്റിസ്റ്റ്, പോയി സ്നാനപ്പെടുത്തണം, അതിന്റെ മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ആൾ നേഷൻ. എന്നിട്ട് ഭൂമിയുടെ അറ്റത്തോളം യേശുവിന് വേണ്ടി ശിഷ്യന്മാരെ ഉണ്ടാക്കണം. വരാനും സ്നാനപ്പെടാനും ഒരു സ്ഥലത്ത് ഇരിക്കാനും അല്ല എന്നെ നിന്നെ വിളിച്ചിരിക്കുന്നത്, പോകാനും സ്നാനം ചെയ്യിപ്പിക്കാനും ശിഷ്യന്മാരാക്കാനുമാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൗത്യം? നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ ക്രിസ്തുവിന്റെ ആത്മാവോടുകൂടെ ചേർന്നെന്ന് പറയണമെങ്കിൽ നാം ഇരുന്നാൽ പോരാ, നടക്കണം, പോകണം, സഞ്ചരിക്കണം, സ്നാനപ്പെടുത്തണം, ഭൂമിയുടെ അറ്റത്തോളം പോയി യേശുവിന് വേണ്ടി ശിഷ്യന്മാരുടെ എണ്ണം കൂട്ടണം. എങ്ങനെ കഴിയും?
എങ്ങനെ സാധിക്കും? അതിനൊരു സ്ട്രാറ്റജി ഉണ്ട്. ഒന്ന്, വി ഷെയർ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം പങ്കുവയ്ക്കണം, അധരം കൊണ്ട് പറയണം, പറയേണ്ട രീതിയിൽ പറയണം. വി ഷെയർ ദ വേർഡ് ഓഫ് ഗോഡ്. രണ്ട്, വി ഷോ ദ വേർഡ് ഓഫ് ഗോഡ്. പറഞ്ഞാ പോരാ, ഷോ, കാണിച്ചു കൊടുക്കണം. മൂന്ന്, വി ടീച്ച് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം പഠിപ്പിക്കണം. നാല്, വി സെർവ് ദ വേർഡ് ഓഫ് ഗോഡ്. ഷെയർ, സെർവ് വ്യത്യാസമുണ്ട്. വി ഷെയർ ദ, വി ഷോ ദ, വി ടീച്ച് ദ, വി സെർവ് ദ വേർഡ് ഓഫ് ഗോഡ്. ഞാൻ ഇങ്ങനെ പറയും, ഗോസ്പൽ ഈസ് എ സയൻസ്. എന്തുകൊണ്ടാണ് സുവിശേഷം ഒരു സയൻസ് എന്ന് ഞാൻ പറയുന്നു എന്ന് ചോദിച്ചാൽ, സയൻസിന് തെളിവുകൾ വേണം. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സയൻസ് സ്ഥാപിക്കപ്പെടുന്നത്. സുവിശേഷം അതുപോലെയാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ സുവിശേഷം വായുകൊണ്ട് പറയുമ്പോൾ അത് സ്ഥാപിക്കപ്പെടണമെങ്കിൽ ആ സുവിശേഷത്തിന്റെ കണികകൾ എന്റെ ജീവിതത്തിന്റെ ഭാഗമാകണം. അതുകൊണ്ടാണ് വേർഡ് ഓഫ് ഗോഡ് ഷെയർ ചെയ്താൽ മാത്രം പോരാ, ഷോ, കാണിച്ചു കൊടുക്കാൻ കഴിയണം. ടീച്ച്, പഠിപ്പിക്കാൻ കഴിയണം. സെർവ്, സേവനമാക്കി തീർക്കാൻ കഴിയണം. അപ്പോൾ യേശുവിന്റെ അനുഭവം, ദൈവരാജ്യ അനുഭവം ഇവിടെ സ്ഥാപിക്കപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയോടുകൂടെ ഈ ചിന്തകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കട്ടെ. ഡു യു വിൽ ബി ഒബേ ഓഫ് ദ കമാൻഡ് ഓഫ് ക്രൈസ്റ്റ്? ഇന്ന് ക്രിസ്ത്യാനികൾ വരുന്നു, സ്നാനപ്പെടുന്നു, ഒരു ലൊക്കേഷൻ, ഒരു സ്ഥലത്തിരുന്ന് ആരാധിക്കുന്നു, പോകുന്നു. അതല്ല ദൗത്യം. ടു ഗോ, പോവുക, ബാപ്റ്റിസം ചെയ്യുക. എന്നിട്ട് യേശുവിന്റെ ശിഷ്യന്മാരായി അനേകം പേരെ ഈ ലോകത്ത് നീ വാർത്തെടുക്കുക. അതിന് പറച്ചിലുകൾ മാത്രം പോരാ, എഴുത്തുകൾ മാത്രം പോരാ, ജീവിതത്തിൽ അത് പ്രൂവ് ചെയ്യാൻ കഴിയണം. ഗോസ്പൽ ഈസ് എ സയൻസ്. ജീവിതത്തിൽ പ്രൂവ് ചെയ്യാൻ കഴിയാത്ത ഒരു സുവിശേഷവും പ്രിയപ്പെട്ടവരെ ജനമനസ്സുകളിൽ എത്തുകയില്ല. അങ്ങനെ എത്തുവാൻ ഒരു സയൻസായി നമ്മുടെ ഗോസ്പൽ മാറട്ടെ. ഒരു മിഷണറി വീരനായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 7-ാം അധ്യായം 54 മുതൽ 60 വരെ വായിക്കുമ്പോൾ സ്തേഫാനോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ സ്തേഫാനോസിൽ ഈ 4 ഗുണങ്ങൾ കാണാൻ കഴിയും. അവൻ യേശുവിന്റെ വചനം പറഞ്ഞു, യേശുവിനെ അവൻ കാണിച്ചു കൊടുത്തു, യേശുവിനെ അവൻ പഠിപ്പിച്ചു, യേശുവിനെ അവൻ സെർവ് ചെയ്തു. 60-ാം വാക്യം, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 7-ാം അധ്യായം 60-ാം വാക്യം, തന്നെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോഴും പാപം അവരുടെ മേൽ നിർത്തരുതേ എന്ന് നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞ സ്തേഫാനോസ്. പാപം അവരുടെ മേൽ നിർത്തരുതേ എന്ന് പറഞ്ഞ് ജീവൻ വെടിഞ്ഞ സ്തേഫാനോസ്. പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സിലാക്കുന്നത്, യേശുവിനെ പറഞ്ഞു, യേശുവിനെ കാണിച്ചു കൊടുത്തു, യേശുവിനെ പഠിപ്പിച്ചു, യേശുവിന് വേണ്ടി ഒരു സേവകനായി അദ്ദേഹം നിന്നപ്പോൾ കല്ലെറിഞ്ഞു കൊന്നവരുടെ കൂട്ടത്തിൽ ഒരുവൻ ഉണ്ടായിരുന്നു. അവന്റെ പേരാണ് ശൗൽ. ഈ ഒരു അനുഭവം, യേശുവിനെ പറഞ്ഞതും, യേശുവിനെ കാണിച്ചതും, യേശുവിനെ പഠിപ്പിച്ചതും, യേശുവിനെ സെർവ് ചെയ്തതും, ഈ ഒരു അനുഭവം കണ്ടിട്ട് താൻ യേശുവിന്റെ അനുയായിയാകാനുള്ള ഒരു തീഷ്ണത അദ്ദേഹത്തിനുണ്ടായി. അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയ ലേഖനങ്ങൾക്ക് പിന്നിലെല്ലാം ഞാൻ പറയും, അദ്ദേഹത്തോട് ആദ്യത്തെ സുവിശേഷം പറയുന്ന വ്യക്തി സ്തേഫാനോസ് ആയിരുന്നു. പ്രാർത്ഥനയോടെ ഞാൻ ചോദിക്കട്ടെ, ക്രിസ്തുവിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ, ആജ്ഞകളെ അനുസരിക്കാൻ എനിക്ക് നിനക്കും കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ക്രിസ്തുവിന്റെ ആത്മാവുമായി ചേർന്ന് ജീവിക്കുന്നവനാണ്. മൂന്നാമത്തേത്, ഡു യു വിൽ ബി ഡിപ്പെൻഡ് ഓൺ ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്? നീ യേശുവിന്റെ പ്രസൻസിൽ ആശ്രയിക്കുന്നുണ്ടോ? കർത്താവിന്റെ കരം പിടിക്കാൻ ഇഷ്ടമുണ്ടോ എന്നാ ചോദ്യം. കർത്താവുമായി ചേർന്ന് ആലോചിക്കാൻ ഇഷ്ടമുണ്ടോ എന്നാണ് ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ ചെയ്യുന്നത് എന്റെ മിനിസ്ട്രി അല്ല. പലപ്പോഴും പറയാറുണ്ട്, എന്റെ മിനിസ്ട്രി അല്ല. ഞാൻ ചെയ്യുന്നത് കർത്താവിന്റെ മിനിസ്ട്രിയാണ്. അവിടെ എന്റെ ചിന്തകൾക്കോ, എന്റെ തീരുമാനങ്ങൾക്കോ, എന്റെ പ്രവൃത്തികൾക്കോ ഒരു സ്ഥാനവും ഇല്ല. ചിലരൊക്കെ പറയാറുണ്ട്, എന്റെ മിനിസ്ട്രി തോറ്റുപോയി കേട്ടോ. എന്റെ മിനിസ്ട്രി അല്ല, കർത്താവ് ഏൽപ്പിച്ച ദൗത്യം. അവന്റെ പ്രസൻസിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ
ഏലിയാവ് തന്റെ ശിഷ്യനായ എലീശയോട് ചോദിക്കുകയാണ്, നീ എന്താണ് ആഗ്രഹിക്കുന്നേ? എന്റെ ശുശ്രൂഷകൾക്ക് അനന്തരം നീ എന്താ ആഗ്രഹിക്കുന്നേ? നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്, നിനക്ക് എന്തുമാത്രം ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നോ അതിന്റെ ഇരട്ടി എനിക്ക് വേണം. അടുത്ത വാക്യം കുറച്ചുകൂടെ വളരെ ശക്തമാണ്. ഇരട്ടി പങ്ക് തരുന്നതിൽ പ്രയാസമൊന്നുമില്ല, പക്ഷേ ഭയങ്കര പ്രയാസമേറിയ കാര്യമാണ് നീ ചോദിക്കുന്നേ. ശുശ്രൂഷ മുഖത്ത് നിൽക്കുമ്പോൾ ക്രിസ്തുവിന്റെ പ്രസൻസ് നീ എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യുന്നുവോ അത്രത്തോളം നിന്റെയും എന്റെയും ജീവിതം വേദനാജനകമായിരിക്കും. പക്ഷേ ഒരു സാമൂഹികമായ പരിവർത്തനം ഉണ്ടാകും, വ്യക്തിപരമായ പരിവർത്തനങ്ങൾ ഉണ്ടാകും. അതിനാണ് പ്രിയപ്പെട്ടവരെ ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. 3 ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ക്രിസ്തുവിന്റെ ആധികാരികതയിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? ഈ ചോദ്യം വളരെ ശക്തമാണ്. ക്രിസ്തുവിന്റെ ആധികാരികതയിൽ നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്റെ മാത്രം ദൈവമല്ല, എല്ലാ മനുഷ്യന്റെയും ദൈവമാണ്. എല്ലാവരെയും രക്ഷിക്കാനാവും വന്നേ. യൂണിവേഴ്സൽ ലോർഡാണ്, എല്ലാറ്റിനെയും രക്ഷിക്കുന്നവനാണ്, എന്നോട് മുന്നോട്ട് പോകാൻ പറയുന്നവനാണ്. മുന്നോട്ട് പോകാൻ പറയുമ്പോഴും എന്റെ കൂടെ നിൽക്കാമെന്ന് എനിക്ക് ഉറപ്പ് തന്നവനാണ്. ഈ ബോധ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ കഴിയും, യെസ്. പ്രിയപ്പെട്ടവർ, രണ്ടാമത്തെ ചോദ്യം കുറച്ചുകൂടെ ശക്തമാണ്. അവന്റെ ആജ്ഞകൾ നീ അനുസരിക്കുവോ? അവന്റെ കൽപ്പനകളെ നീ പാലിക്കുവോ? എന്താണ് അവന്റെ കൽപ്പന? വന്ന് സ്നാനപ്പെട്ട് ഇരിക്കുക എന്നുള്ളതല്ല, പോകണം, മറ്റുള്ളവരെ സ്നാനപ്പെടുത്തണം, ശിഷ്യനാക്കണം. സ്തേഫാനോസ് നമ്മുടെ മുൻപിലുണ്ട് കേട്ടോ. ആ സ്തേഫാനോസിന്റെ ജീവിതം പോലെ എന്റെയും നിന്റെയും ജീവിതത്തെ ഒന്ന് വിട്ടുകൊടുക്കാൻ കഴിയുമോ? സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? സ്തേഫാനോസ് പൊലിഞ്ഞെങ്കിൽ ഒരു പൗലോസ് രൂപാന്തരപ്പെട്ടു. ക്രിസ്തുവിനെ ഇണങ്ങിയ ഒരു പേനയാവുക എന്നുള്ളതാണ് ലക്ഷ്യം. പേനയ്ക്ക് പേനയുടെ വമ്പ് തെളിയിക്കുക എന്നുള്ളതല്ല, ക്രിസ്തുവിനിണങ്ങിയ ഒരു ആയുധമാവുക. സ്തേഫാനോസ് അങ്ങനെ ക്രിസ്തുവിനിണങ്ങിയ ഒരു ആയുധമായിരുന്നു. സ്തേഫാനോസ് ക്രിസ്തുവിനിണങ്ങിയത് കൊണ്ട് സഭയ്ക്ക് ഒരു പൗലോസിനെ കിട്ടി. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ചിന്ത കുറച്ചുകൂടെ ശക്തമാണ്. ക്രിസ്തുവിന്റെ പ്രസൻസിൽ നീ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? നീ ആരിൽ ആശ്രയിക്കുന്നേ? പണത്തിലാണോ? സ്വയത്തിലാണോ? എന്റെ മിനിസ്ട്രി അല്ല, എന്റെ മാത്രം മിനിസ്ട്രി അല്ല. പരാജയപ്പെട്ടെങ്കിൽ എന്റെ മിനിസ്ട്രി പരാജയപ്പെട്ടെന്നല്ല പറയേണ്ടത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയോടെ പറയട്ടെ, അവന്റെ പ്രസൻസ് ആണ്. അവന്റെ പ്രസൻസിൽ മാത്രം നീ ആശ്രയിക്കുന്നെങ്കിൽ ഞാൻ പറയും, നിന്റെ മിഷൻ ക്രിസ്തുവിന്റെ ദൗത്യവുമായി ചേർന്നാണ്. ഞാൻ ഇങ്ങനെ ഒരു കൊട്ടേഷനും കൂടെ പറഞ്ഞു നിർത്തട്ടെ. ഹഡ്സൺ ടൈലറിന്റെ കൊട്ടേഷനാണ്. The Great Commission is not an option to be considered. ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പൊന്നുമല്ല. എനിക്ക് ഏതെങ്കിലും ഒരു മേഖല തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊക്കെ +2 അഡ്മിഷൻ അല്ലെങ്കിൽ +1 അഡ്മിഷൻ വാങ്ങുമ്പോൾ എനിക്ക് സയൻസ് മതി, എനിക്ക് ഹിസ്റ്ററി മതി, എനിക്ക് ഹ്യൂമാനിറ്റീസ് മതി, അങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ ഒന്നും അല്ല ഈ ഗ്രേറ്റ് കമ്മീഷൻ. ഇറ്റ് ഈസ് എ കമാൻഡ്. ഇതൊരു ആജ്ഞയാണ്, ടു ബി ഒബേ. നമ്മൾ അനുസരിക്കുക. ദൈവം എന്നെ വിളിച്ചു, ദൈവം എന്നെ നിർത്തി. അങ്ങനെ ഞാൻ നീ വിശ്വസിക്കുന്നെങ്കിൽ 3 കാര്യങ്ങൾ. 1, അവന്റെ ആധികാരികതയിൽ വിശ്വസിക്കണം. 2, അവന്റെ കൽപ്പനകൾ അനുസരിക്കണം. 3, അവന്റെ പ്രസൻസിനെ ഡിപ്പെൻഡ് ചെയ്യണം. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശംസകളും. ദൈവം നമ്മോട് കൂടെയുണ്ട്. ആമേൻ.